പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന സഖാവ് എം എ ബേബി, പുസ്തകം സ്വീകരിക്കുന്നതിനായി എത്തിയ വിധു വിൻസെൻ്റ്, എഴുത്തുകാരിയും ചലച്ചിത്ര സംവിധായികയുമായ വിധു വിൻസെൻ്റ്, പുസ്തകം ഏറ്റുവാങ്ങുന്ന കവയിത്രിയും സാമൂഹ്യ പ്രവർത്തകയുമായ വി എസ് ബിന്ദു, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ മധു, കാരയ്ക്കാമണ്ഡപം വിജയകുമാർ, ചിത്രകാരൻ കാരയ്ക്കാമണ്ഡപം വിജയകുമാർ, എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ഡോക്ടർ അനീഷ്യ ജയദേവ്, എഴുത്തുകാർ വിനോദ് വൈശാഖി, കെ ആർ അജയൻ, സലിൻ മാങ്കുഴി, വേദിയിലും സദസ്സിലുമുള്ള മറ്റു പ്രിയപ്പെട്ടവരെ, 3 പുസ്തകങ്ങളാണ് ചിന്ത പബ്ലിഷേഴ്സിൻ്റേതായി ഇവിടെ പ്രസിദ്ധീകരിക്കാനുള്ളത്. ഇന്നിവിടെ പബ്ലിഷ് ചെയ്യുന്നത് 3 പുസ്തകങ്ങളാണ്. ഒന്ന് മനസാക്ഷ, വിനോദ് വൈശാഖിയുടെ കവിതാസമാഹാരമാണ്. മറ്റൊന്ന് പാർവതി വാലി, കെ ആർ അജയൻ്റെ യാത്രാ പുസ്തകമാണ്. മറ്റൊന്ന് പേരാൾ, സലിൻ മാങ്കുഴിയുടെ കഥാസമാഹാരം. ഈ 3 പുസ്തകങ്ങളും ഇന്നിവിടെ പ്രകാശനം ചെയ്യുകയാണ്. ഈ പരിപാടിക്കായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ചിന്ത പബ്ലിഷേഴ്സിൻ്റെ പേരിൽ ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ, 25 മിനിറ്റാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ള. ഈ 3 പുസ്തകങ്ങളുടെ പ്രകാശനവും ഈ സമയത്തിനുള്ളിൽ കഴിയണം. അപ്പോൾ സമയബന്ധിതമായി പരിപാടി തീർക്കുന്നതിനായി എല്ലാ പേരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. ആദ്യം നമുക്ക് പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കിടക്കാം. ആദ്യം പുസ്തക പ്രകാശനം ചെയ്യുന്നത് മനസാക്ഷ എന്ന വിനോദ് വൈശാഖിയുടെ പുസ്തകമാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി സഖാവ് എം എ ബേബിയെയും അത് ഏറ്റുവാങ്ങുന്നതിനായി വിധു വിൻസെൻറ്റിനെയും ക്ഷണിക്കുന്നു. പ്രകാശനം ചെയ്യുന്ന പുസ്തകം പാർവതി വാലിയാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് ബേബി സഖാവിനെയും അത് ഏറ്റുവാങ്ങുന്നതിനായി വി എസ് ബിന്ദുവിനെയും ക്ഷണിക്കുന്നു. പ്രകാശനം ചെയ്യുന്ന പുസ്തകം പേരാളാണ്, സലീൻ മാങ്കുഴിയുടെ പേരാൾ. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി എം എ ബേബി സഖാവിനെയും ഏറ്റുവാങ്ങുന്നതിന് വി എസ് ബിന്ദുവിനെയും ക്ഷണിക്കുന്നു. പ്രകാശനം ചെയ്ത എം എ ബേബി സഖാവ് നിങ്ങളോട് സംസാരിക്കും. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, പുസ്തക പ്രകാശനം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്. യഥാർത്ഥത്തിൽ ഒരു ചടങ്ങിൽ വെച്ച് ഒരു പുസ്തകം പ്രകാശിപ്പിക്കേണ്ടതില്ല. സാംസ്കാരിക പ്രവർത്തനം ഇതുപോലൊരു ചടങ്ങിൽ വെച്ച് പുസ്തകം മറ്റൊരാൾക്ക് കൊടുത്ത് അത് പ്രകാശിപ്പിച്ചിരിക്കുന്നുവെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ആ എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്തുകാരൻ ആ കൃതി എഴുതുമ്പോൾ ആ കൃതിയിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ ആരിലെത്തണമെന്നാണോ ആഗ്രഹിച്ചിട്ടുണ്ടാവുക, സമാന ഹൃദയർ അവർ അത് വായിക്കുകയും എഴുത്തുകാരിയോ എഴുത്തുകാരനോ ഉദ്ദേശിച്ച നിലയിലുള്ള ചില ചലനങ്ങൾ ആ വായിച്ചവരുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഈ സാംസ്കാരിക പ്രവർത്തനം പൂർത്തിയാവുക. ഇന്നിവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള കൃതികൾ
KR അജയൻ്റെ പാർവതി വാലി. അദ്ദേഹം മുമ്പും ഹിമവത്സാനുക്കളിൽ ഒട്ടേറെ സഞ്ചാരം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം അവിടെ കണ്ട കാഴ്ചകൾ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ആഖ്യാനം ചെയ്യാൻ കൂടി അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹിമാലയത്തിലൂടെ കാൽനടയായിട്ട് ഒരാഴ്ചയോളം സഞ്ചരിച്ചിട്ടാണ് ഈ കൃതി എഴുതിയിട്ടുള്ളത്. മറ്റ് ജോലികൾക്കിടയ്ക്ക് അദ്ദേഹം പലപ്പോഴും ഇത്തരം ഹിമാലയ സഞ്ചാരങ്ങൾ നടത്താറുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ സഞ്ചാരം നടത്തുന്ന മറ്റൊരാൾ മുമ്പിലിരിക്കുന്ന നമ്മുടെ ബാബു ജോണാണ്. ഇവരെല്ലാം പല ഭൂഖണ്ഡങ്ങളിൽ സഞ്ചരിച്ച് ആ ഭൂഖണ്ഡങ്ങളെ മനുഷ്യർക്ക് പരിചയപ്പെടുത്തിയ SK പൊറ്റക്കാടിൻ്റെ ശൈലിയിൽ തങ്ങളുടെ സഞ്ചാര അനുഭവങ്ങൾ, തങ്ങൾ സഞ്ചരിച്ച ഇടങ്ങൾ, അവരിൽ ചെലുത്തിയ പ്രതികരണങ്ങൾ, ഇതെല്ലാം ഇത്തരം രചനകളിലൂടെ നമ്മളുമായി പങ്കുവെക്കുന്നു. ആ അർത്ഥത്തിൽ വളരെ സവിശേഷതകളുള്ള ഒരു കൃതിയാണ് KR അജയൻ്റെ പാർവതി വാലി. പേരാൾ എന്ന കഥാസമാഹാരം ഇതിനകം തന്നെ ഒരു ശ്രദ്ധേയനായ എഴുത്തുകാരനായി മാറിയിട്ടുള്ള സലിൻ മാങ്കുഴി, അദ്ദേഹത്തിൻ്റെ വളരെ വിപുലമായി വായിക്കപ്പെട്ട ഒരു നോവൽ മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര പുരുഷൻ എന്ന് വിശേഷിപ്പിക്കാമെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ സ്വത്വത്തെക്കുറിച്ചിട്ടുള്ള ഒരു നവീനമായ ആഖ്യാനമാണ്. പരമ്പരാഗതമായി മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് മലയാളത്തിൻ്റെ സർഗാത്മക എഴുത്തുകാരിൽ ഒന്നാം നിരയിൽ നിൽക്കുന്നവരിൽ പെടുന്ന ആളാണല്ലോ CV രാമൻപിള്ള. അദ്ദേഹത്തിന് തന്നെ പ്രഖ്യാതമായ ഒരു കൃതി മാർത്താണ്ഡവർമ്മ എന്ന പേരിൽ തന്നെയുള്ളതാണ്. എന്നാൽ സലിൻ മാങ്കുഴി ഒരുപക്ഷെ MD വാസുദേവൻ നായരുടെ എല്ലാം മാതൃക പിന്തുടർന്നുകൊണ്ട് മാർത്താണ്ഡവർമ്മയെ പുതിയ ഒരു രീതിയിൽ നോക്കിക്കാണുക കടന്ന രചനയായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ചിന്ത തന്നെ പ്രസിദ്ധീകരിച്ചതാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കൃതി. ഇപ്പോൾ അദ്ദേഹം എഴുതിയ കഥകളുടെ ഈ സമാഹാരം, അതിൽ ഒരു കഥയെങ്കിലും വായിക്കണം എന്ന് താല്പര്യപ്പെട്ടപ്പോൾ എനിക്ക് അയച്ചു കിട്ടിയത് ഈ പുസ്തകത്തിൻ്റെ പേരായി മാറിയ പേരാൾ എന്ന കഥ തന്നെയാണ്. ആ കഥയുടെ കേന്ദ്ര ഇതിവൃത്തം മനുഷ്യരെ, എഴുത്തുകാരെ, കലാകാരരെ എന്നും വേട്ടയാടിയിട്ടുള്ള സ്വത്വ പ്രശ്നം തന്നെയാണ്. എന്നാൽ ആ ഒരു കഥ വായിക്കാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ ഈ പുസ്തകം വാങ്ങണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഒരു ചെറുകഥയിൽ സ്വത്വപ്രതിസന്ധി ഇത്ര കയ്യൊതുക്കത്തോടുകൂടി സലിൻ മാങ്കുഴി എങ്ങനെ ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് ആ കഥ വായിച്ച് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റു വിധത്തിൽ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ആ കഥ വായിച്ച് തീരുമ്പോൾ ഭാവനയുടെ ഒരു റോളർ കോസ്റ്ററിലൂടെയുള്ള ഒരു യാത്രയുടെ ഭാഗമായി ഈ റോളർ കോസ്റ്ററിലൂടെ യാത്ര ചെയ്തവർക്കൊരു തലച്ചുറ്റലും കൂടെ ഉണ്ടാകും. അതിന് സമാനമായൊരു തലച്ചുറ്റൽ ഈ കഥ വായിച്ച് തീരുമ്പോൾ ഉണ്ടാവും, ഈ ചെറുകഥ വായിച്ച് തീരുമ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സാക്ഷ
എൻ്റെ 4 മിനിറ്റ് കഴിഞ്ഞോ? 4 മിനിറ്റാണ് എനിക്ക് അനുവദിച്ചിട്ടുള്ളത്. അല്ല, ബാക്കി ഓട്ടപ്രദക്ഷിണത്തിൽ ആണ് ഞാൻ നടത്തുന്നത്. വിനോദ് വൈശാഖി വളരെയധികം കൊണ്ടാടപ്പെട്ട എഴുത്തുകാരനാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷ, ആ പ്രയോഗത്തിൽ തന്നെ കവിതയുണ്ട് അല്ലേ? മനസാക്ഷി നമുക്കറിയാം. പിന്നെ ഇന്നത്തെ തലമുറയ്ക്ക് അറിയുമോ ഈ സാക്ഷ? കഥ അടയ്ക്കാനുള്ളതാണ് സാക്ഷ. ഇപ്പം നിർമ്മിക്കുന്ന വീടുകളിൽ ഈ സാക്ഷ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല. അപ്പോൾ സാക്ഷ ഒരു ചരിത്രമായി, പുരാതന ചരിത്രമായി മാറിയിട്ടുണ്ട്. ആ മനസ്സാക്ഷ എന്ന പ്രയോഗത്തിലുള്ള കാവ്യാനുശീലനം, ഭാവന ഈ സമാഹാരത്തിലെ എല്ലാ കവിതകളിലുമുണ്ട്. ആ കവിതകളിലൂടെ നിങ്ങൾ കടന്നു പോകണം. ആ കവിതയ്ക്ക്, ഈ കാവ്യസമാഹാരത്തിന് സുകന്യ എഴുതിയ ഒരു പഠനവും ഇവിടെ പുസ്തകം സ്വീകരിച്ച VS ബിന്ദു എഴുതിയ ഒരു പഠനവുമുണ്ട്. 2 പഠനങ്ങൾ ഈ മനസ്സാക്ഷ എന്ന കാവ്യസമാഹാരത്തിനുണ്ട്. അതിൽ വിനോദ് വൈശാഖി സ്ത്രീ സമൂഹത്തിൽ, കുടുംബത്തിൽ, ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് ഏറ്റവും ഹൃദയദ്രവീകരണക്ഷമമായി, തികച്ചും അസാധാരണമായ ആവിഷ്കാര രീതി പിന്തുടർന്നുകൊണ്ടാണ് സ്ത്രീ സമൂഹത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ സമൂഹത്തിൻ്റെ അസമത്വത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവ മണ്ഡലം സ്ത്രീകൾ സമൂഹത്തിൽ അനുഭവിക്കുന്ന അടിച്ചമർത്തലും ചൂഷണവുമാണ്. വലിയ ചിന്തകന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരു സമൂഹത്തിൽ സ്ത്രീ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും പദവിയും എന്താണ് എന്ന് നോക്കിയാൽ ആ സമൂഹം ജനാധിപത്യ സമൂഹമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് പറഞ്ഞത് 2 താടിക്കാരാണ്, മറ്റു പലരും ഇത് പറഞ്ഞിട്ടുണ്ട്. മാർക്സും എംഗൽസും ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം, സ്ഥിതിവിവര കണക്കുകൾക്കൊന്നും ഒരു അർത്ഥവുമില്ല. പക്ഷേ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളുടെ ഭീകരത മനസ്സിലാക്കാൻ വേണ്ടി മാത്രം 1 മണിക്കൂറിൽ 50 അതിക്രമങ്ങളും കുറ്റകൃത്യങ്ങളുമാണ് സ്ത്രീകൾക്ക് നേരെ നടക്കുന്നതായി രേഖപ്പെടുത്തപ്പെടുന്നത്. ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കാണ്. യഥാർത്ഥത്തിൽ അത്രയല്ല, അതിൽ കൂടുതലാണ്. നടക്കുന്ന അതിക്രമങ്ങളെല്ലാം രേഖപ്പെടുത്തപ്പെടുന്നില്ല. പക്ഷെ രേഖപ്പെടുത്തപ്പെടുന്നത് തന്നെ 1 മണിക്കൂറിൽ 50 അതിക്രമങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നു. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ കേസിൽപ്പെടുന്നവർ 100 പേരാണെങ്കിൽ, കേസിൽപ്പെടേണ്ടവരെല്ലാം കേസിൽപ്പെടുത്താറില്ല, കേസിൽപ്പെടുന്നവർ 100 പേരാണെങ്കിൽ അതിൽ 70 പേരും കുറ്റവിമുക്തരാക്കപ്പെടുകയാണ്. ഇതൊക്കെയാണ് സ്ഥിതിവിവര കണക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. അതിനേക്കാൾ എത്രയോ ഭീകരമാണ്. പക്ഷെ കവിത സ്ഥിതിവിവര കണക്കുകളല്ല. നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ സ്ത്രീക്ക് നേരെ നടക്കുന്ന അനീതിയുടെ ഏറ്റവും ഹൃദയത്തിൽ ആഘാതമുണ്ടാക്കുന്ന തരത്തിലുള്ള ആവിഷ്കാരങ്ങളാണ് ഈ സമാഹാരത്തിലെ മനസ്സാക്ഷയിലെ എല്ലാ കവിതകളുടെയും ഒരു അന്തർധാരയായി, ഒരു രക്തസഞ്ചാരമായി നമുക്ക് കാണാൻ കഴിയുന്നത് സ്ത്രീയുടെ ഇന്നത്തെ അവസ്ഥയാണ്. അതുകൊണ്ട് വാങ്ങുകയും വായിക്കുകയും ആലോചിക്കുകയും നമ്മിൽ തന്നെയുള്ള തിന്മകളും കുറവുകളും ഈ പുസ്തക വായനയിലൂടെ തിരിച്ചറിഞ്ഞ് നമ്മൾ സ്വയം തിരുത്തുകയും ഒക്കെ ചെയ്യാൻ ഈ 3 പുസ്തകങ്ങളുടെയും വായന പ്രയോജനപ്പെടും. സാധാരണ ഇതിൽ പുസ്തകങ്ങളെല്ലാം മനുഷ്യനെ പുതുക്കി വാർക്കുന്ന സാംസ്കാരിക ആവിഷ്കാരങ്ങളാണ്. ആ അർത്ഥത്തിൽ കേരളത്തിലെ നിയമസഭയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടന്നു വരുന്ന ഈ പുസ്തകോത്സവം പുസ്തക ചർച്ചയ്ക്കുള്ള വേദിയായി കൂടി മാറുന്നത് വളരെയധികം ശ്ലാഘനീയമാണ്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച ചിന്ത പബ്ലിഷേഴ്സിനെ അനുമോദിക്കുന്നു. രചയിതാക്കളായ KR അജയൻ,
സലിൻ മാങ്കുഴി, വിനോദ് വൈശാഖി എന്നിവരെ കൂടി അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. മനസാക്ഷ പുസ്തകം ഏറ്റുവാങ്ങിയ വിധു വിൻസെൻ്റ്. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, ഏറ്റവും പ്രിയപ്പെട്ട വായനക്കാരെ, പുസ്തകോത്സവത്തിൻ്റെ ഏതാണ്ട് അവസാനിക്കാൻ പോകുന്ന സമയത്ത് ശ്രീ വിനോദ് വൈശാഖിയുടെ പുസ്തകം മനസാക്ഷ എന്ന പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇത് നമ്മുടെ കേരളത്തിലിപ്പം ഉത്സവങ്ങളുടെ കാലമാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വരെ ഉത്സവങ്ങളാണ്. ഇപ്പോൾ ജനുവരിയിൽ പ്രത്യേകിച്ചും ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് പുസ്തകോത്സവങ്ങൾ കേരളത്തിൻ്റെ അങ്ങിങ്ങായി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഞാനൊരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ സംസാരിച്ചതായിരുന്നു, നമ്മൾ ഈ വായന മരിക്കുന്നോ എന്നുള്ള കൊടിയ ചർച്ചകൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് തെളിയിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി ഇവിടെ നടക്കുന്ന ഈ പുസ്തകോത്സവവും അതുപോലെ തന്നെ ഇവിടെ ഇത് വാങ്ങാനും കാണാനും ഒക്കെ എത്തുന്ന ആളുകളും ഈ ചർച്ചകൾ പങ്കെടുക്കുന്ന ആളുകളും ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്നത് വായന മരിക്കുന്നില്ലെന്നാണ്. എനിക്ക് ആകെ ഒരു സംശയം കവിതയുടെ കാര്യത്തിലായിരുന്നു. കാരണം കവിത വായിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ അപ്പോഴും അത്ഭുതമെന്ന് പറയട്ടെ, ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ നോക്കുന്ന സമയത്ത് വായനക്കാരായിട്ടുള്ള നല്ല കവിതാസ്വാദകരായിട്ടുള്ള ചില സുഹൃത്തുക്കൾ അവർ വായിച്ച കവിതകൾ അതിനകത്ത് ആലപിക്കുകയും ആ പുസ്തകങ്ങൾ പിന്നീട് ആളുകൾ തേടി പോകുകയും ചെയ്യുന്നത് ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയ മാധ്യമ രൂപങ്ങളിലൂടെ വായന വളരെ സജീവമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. വിനോദ് വൈശാഖി സഖാവിൻ്റെ ഈ പുസ്തകം മനസാക്ഷ, നേരത്തെ ബിബി സഖാവ് സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ കവിതയുടെ പേരാണ് സമാഹാരത്തിനിട്ടിരിക്കുന്നത്. ഒരു സാക്ഷിയായിരിക്കുന്ന ഒരവസ്ഥയാണ് മനസാക്ഷ എന്ന കവിത സൂചിപ്പിക്കുന്നത്. ഇതിനകത്ത് ചില കവിതകൾ വായിക്കുന്ന സമയത്ത് ഇത് ഒരു ആണ് എഴുതിയതാണോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ടായി. കാരണം അത്രമാത്രം സ്ത്രീ അനുഭവങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ പല കവിതകളും ആവിഷ്കരിച്ചിരിക്കുന്നത്. വളരെ രസകരമായി അതേസമയം അതിനപ്പുറത്തേക്കുള്ള ചിന്ത നൽകിക്കൊണ്ട് വായിച്ചു പോകാൻ പറ്റുന്ന കവിതകളാണ് ഇതിൽ പലതും. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ശ്രീ വിനോദ് ഒരുപക്ഷെ സാംസ്കാരിക പ്രവർത്തകനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്നില്ലെങ്കിൽ ഇതിലും മികച്ച കവിതകളും ഇതിലും ഒരുപക്ഷെ കൂടുതൽ കവിതകളും എഴുതുമായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒട്ടപ്പാച്ചിലിനിടയിൽ ഇദ്ദേഹത്തിന് ഇത്ര കവിതകൾ എഴുതാൻ കഴിയുന്നത്, ഇത്രയും ആലോചനകൾ അക്ഷരങ്ങളായി രേഖപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നാറുണ്ട്. കാരണം പലപ്പോഴും ഞാൻ ഇദ്ദേഹത്തിൻ്റെ കവിതകൾ വായിക്കുകയല്ല, കേൾക്കുകയാണ്. എഴുതുന്നതിനേക്കാൾ അതിമനോഹരമായിട്ടാണ് ഇദ്ദേഹം കവിത ചൊല്ലുന്നത്. ഒരുപക്ഷെ മറുപടിയിൽ ഇദ്ദേഹത്തിൻ്റെ കവിതകൾ രണ്ടുവരി ആലപിച്ചേക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇരുണ്ട കാലത്തിൻ്റെ കവിതകൾ ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ ഇരുണ്ട കാലത്തിൻ്റെ അസ്വസ്ഥതകളോട് അതിഗംഭീരമായി തൻ്റെ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ കലഹിച്ചുകൊണ്ട് തന്നെ എഴുത്തിലൂടെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന, ആലാപനത്തിലൂടെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ വിനോദ് വൈശാഖിയുടെ ഈ കവിതകളെ വായനക്കാർ ഏറ്റുവാങ്ങണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് തീർച്ചയായും സ്ത്രീയുടെ പക്ഷത്തു നിന്നുകൊണ്ടുള്ള മനോഹരമായ ആലോചനാമൃതമായ ഒരു അനുഭവമാകും നൽകുക. എല്ലാവർക്കും ആശംസകൾ. വിനോദിന് കൂടുതൽ എഴുതാൻ, എഴുത്തിൽ കൂടുതൽ കരുത്തുണ്ടാകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബിന്ദു ടീച്ചർ. പ്രിയമുള്ളവരെ, 2 പുസ്തകങ്ങളാണ് പ്രിയപ്പെട്ട ബേബി സാറിൽ നിന്ന് ഏറ്റുവാങ്ങിയത്. നമ്മൾ ഇങ്ങോട്ട് പുസ്തകോത്സവം കടന്നുവരത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് പുറത്തെ മതിലിൽ ഏറ്റവും റോഡിനോട് അഭിമുഖമായി വരച്ചിരിക്കുന്ന ബോർഡുകളുണ്ട് പുസ്തകോത്സവത്തിൽ. അതിനകത്ത് ഒരു ബോർഡിൽ വാട്ട് മാറ്റേഴ്സ് ഇൻ ലൈഫ് ഈസ് നോട്ട് വാട്ട് ഹാപ്പൻസ് ടു യു ബട്ട് വാട്ട് യു റിമെമ്പർ ആൻഡ് ഹൗ യു റിമെമ്പർ ഇറ്റ് എന്ന മാർക്വേസിൻ്റെ ഒരു വാക്യമുണ്ട്. എല്ലാവരും അത് ശ്രദ്ധിക്കണമെന്നുള്ള അഭിപ്രായമുണ്ട് അത്രയും കാണാൻ. ആ വാക്യങ്ങൾ ചേരുന്ന ഒരു ഏറ്റവും മനോഹരമായ ഒരു സന്നിവേശമാണ് പ്രിയപ്പെട്ട നമ്മുടെ KR അജയൻ മാഷിൻ്റെ പാർവതി വാലി എന്ന് പറയുന്ന, വാലി മീൻസ് താഴ്വര എന്നുള്ളത്. ഇതിനകത്ത് ഒരു ദമരുതാളം എപ്പോഴും മുഴങ്ങുന്നു. നമ്മളത് ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഒരു ദ്രവീഡിയൻ ടച്ച് ഉള്ളതുകൊണ്ട് ദമരുവിൻ്റെ ഒരു താളം വരുന്നു. ഒപ്പം തന്നെ എന്തിനാണ് ഈ യാത്രകളെന്ന് ചോദിച്ചാൽ, നിർദോഷമായ നിരാർഭാടമായ ഒരു ജീവിതത്തിന് അതെങ്ങനെ മുതൽക്കൂട്ടാകുമെന്നറിയാൻ ഇതിലെ ഓരോ അധ്യായവും വായിച്ചാൽ മതി.
ഡിഫറൻസ് എന്നൊരു വാക്കുണ്ടല്ലോ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇംഗ്ലീഷിലും മലയാളത്തിലും പറയാം. അതിന് ഇത്രയും നിഗൂഢമായ ഒരു അർത്ഥം പൊലിപ്പിച്ച് വച്ചിരിക്കുന്ന ഒരു പുസ്തകം, സഞ്ചാരത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ജാഗ്രതയും ആവേശവും ഒപ്പം നൽകുന്ന പുസ്തകം. ഇതിനെക്കുറിച്ച് കൂടുതൽ എഴുതാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് പാർവതി വാലി. ഇതെല്ലാവരും വായിക്കണം. രണ്ടാമത്തെ പുസ്തകം പേരാൾ എന്ന പേരിൽ സലിൻ എഴുതിയ, എൻ്റെ സഹപാഠിയാണ് സലിൻ. ആ പുസ്തകം, ഇതിനകത്ത് ഒരു പമ്പ സൂപ്പർ ഫാസ്റ്റ് എന്നൊരു കഥയുണ്ട്. ആ കഥ മാത്രം ഞാൻ പറയാൻ കാരണം, നമ്മളിപ്പോൾ സനാതനത്തെക്കുറിച്ചൊക്കെ വളരെ എത്ര തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. നോക്കൂ, പമ്പ സൂപ്പർ ഫാസ്റ്റിലേക്ക് യാത്ര ചെയ്യപ്പെട്ട ഒരു സ്ത്രീയുടെ അവസ്ഥ നടന്നതാണ്. ആ സംഭവത്തെ എല്ലാത്തിനെയും തകർത്തുകൊണ്ട്, ഇതുവരെയുള്ള ഇരുണ്ട കാലം എന്ന് നേരത്തെ വിധു പറഞ്ഞില്ല, ആ കാലത്തെ പലതായി വിഭജിച്ചുകൊണ്ട് ഈ പുസ്തകത്തിൽ പമ്പ സൂപ്പർ ഫാസ്റ്റ് കുതിച്ചു പായുന്നത് നമുക്ക് കാണാം. അത് വായിക്കാതെ വിടരുത്. മറ്റൊന്ന്, കേശവൻ നായർ എന്ന് പറയുന്നത്, മധുരനാരങ്ങ എന്ന് പറയുന്നത്, 2 കഥയെ പറയുന്നുള്ളൂ കഥാപാത്രം. ആ കഥാപാത്രത്തോട് ഒരാൾ ജഡ്ജി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കേശവൻ നായർ ഒരു പ്രേമലേഖനമെങ്കിലും എഴുതിയിട്ടുണ്ടോ? വർത്തമാനത്തിൽ നിന്ന് ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പരമരഹസ്യങ്ങളിലേക്ക് വണ്ടി ഓടിച്ചു കയറുന്ന ഇതും ഈ 2 പുസ്തകങ്ങളും നമ്മുടെ മലയാളത്തിൻ്റെ മുതൽക്കൂട്ടുകളാണ്. വായിക്കുക, ഈ പുസ്തകങ്ങളെ ആവോളം വളർത്തുക എന്ന് മാത്രം. അഭിവാദ്യങ്ങൾ. സംസ്ഥാന ജനറൽ കൗൺസിൽ സെക്രട്ടറി, ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ജനറൽ സെക്രട്ടറി VK മധു സംസാരിക്കും. അളന്നു വെച്ച സമയമാണ്. കൈക്കുമ്പിളിൽ നിന്ന് വെള്ളം ചോർന്നത് പോകുന്നത് പോലെ സമയം ചോർന്നു പോവാൻ. 2 മിനിറ്റ് കൊണ്ട് സാന്നിധ്യം അറിയിക്കണമെന്നാണ് എന്നോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ പ്രകാശിതമായ 3 പുസ്തകങ്ങൾ, 3 പുസ്തകങ്ങളും 3 എഴുത്തുകാരും ഏറ്റവും വ്യക്തിപരമായും ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തുക്കളാണ്. ഇതിൽ വിനോദ് വൈശാഖിയുടെ മനസാക്ഷ എന്ന പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നെങ്കിലും കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ഇത്തവണത്തെ വായനാ മത്സരത്തിൽ ആ പുസ്തകം തിരഞ്ഞെടുക്കുകയും ആയിരക്കണക്കിന് കോപ്പി അത് വിറ്റഴിയുകയും ചെയ്ത പുസ്തകമാണ്. അതുപോലെ തന്നെ സലിൻ മാങ്കുഴിയുടെ ബേബിസോ സൂചിപ്പിച്ച എതിർവ എന്ന പുസ്തകം ഇപ്പോൾ ലൈബ്രറി കൗൺസിലിൻ്റെ വായനാ മത്സരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുകയും ആയിരക്കണക്കിന് കോപ്പി വിറ്റഴിയുകയും ചെയ്ത പുസ്തകമാണ്. ഇപ്പോൾ അജയൻ്റെ പുതിയ പുസ്തകം പാർവതി വാലി, തീർച്ചയായിട്ടും അങ്ങനെ ഒരു വായന ഈ കേരളത്തിലെ വായനാ സമൂഹം അവകാശപ്പെടും, അല്ലെങ്കിൽ അത് പരിഗണിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. 3 എഴുത്തുകാർക്കും എല്ലാ നന്മകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തും. ഡോക്ടർ അനീഷ്യ ജയദേവ്. എഴുത്തുകാർക്കും പ്രകാശകർക്കും വേദിയിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഭാവുകങ്ങൾ. 2 മിനിറ്റാണ് അനുവദനീയം. ഏറ്റവും മനസാക്ഷ എന്ന കവിതാ സമാഹാരത്തിൽ ഏറ്റവും പ്രസക്തമായി തോന്നിയ ഒരു കവിത തയ്യൽ ടീച്ചർ. അതിലെ ഏതാനും വരികൾ വായിക്കുന്നു. പുറപ്പെടുന്നു നിഴലളന്ന് നേരം നോക്കി, 1.5 കിലോമീറ്റർ ഓടി ഓടി തളരാത്ത തയ്യൽ ടീച്ചർ. കാൽ പെരുവിരൽ അടുത്ത വിരലാൽ ചേർന്ന് ഒരു തയ്യൽ മെഷീൻ പോലെ പുൽനൂലുകളിൽ തുന്നിത്തുന്നി പച്ചിലകൾ മേലേ തീർത്ത് കസവായി നീളൻ പാത. പച്ചപ്പട്ടിനിടയ്ക്ക് നിവർന്നതാം പാത നിർമ്മിച്ച് ടീച്ചർക്ക് എന്തൊരു വേഗം, എന്തൊരു ഭംഗി. നടത്തം വഴിമുക്കിൽ തീർന്നു. പിന്നെ ബസ്സിൽ കുട്ടികൾ വിസിലൂതും കാലം. പോം പോം എന്ന് ഹോണടിക്കാൻ 1ാം സീറ്റ് പിടിക്കുന്ന കൗമാരക്കളി കണ്ട് സീറ്റ് കിട്ടാതെ മോളിൽ കമ്പിമേൽ എത്തിച്ചാടുന്നു തയ്യൽ ടീച്ചർ. 7:30 വെളുപ്പിന് ഉണർന്ന് ഒരു അടുക്കള അടുപ്പിൽ അഴലൂതി കത്തിച്ചു പ്രഭാതത്തെ. മൂവാണ്ടൻ മാങ്ങ തിന്ന് ഉറങ്ങും മക്കൾക്കാകെ ചോറ്റുപാത്രത്തിൽ കൊതി നിറച്ചു. മുറ്റം മുറിയടിച്ച് ഉടമ്പറ ചേർന്ന പത്തായത്തിൽ നുഴഞ്ഞു കയറെ തലയിടിച്ചു. അറുപ്പത്തി പച്ചക്കറി നുറുക്കെ സ്നേഹത്തിൻ്റെ വിരലിൽ ചോര വരകൾ. ആ നേരമെല്ലാം മൗനത്തിൻ്റെ ആകാശം ഇരുണ്ടൊരു മഴയെ വിളിക്കുന്നു. കല്ലമ്പലം അങ്ങെത്തി, ഇറങ്ങുന്നില്ലേ ടീച്ചർ? കമ്പിയിൽ തൂങ്ങി നിന്നുറങ്ങും ടീച്ചർ. വാറുപൊട്ടിയ ചെരുപ്പ് ബാഗിൽ വെച്ച് 1.5 കിലോമീറ്റർ തയ്ക്കുവാൻ തുടങ്ങുന്നു. തലയിൽ മനോഹരം കല്ലമ്പലം, റെയിൽ കൂവിയോടും പ്രാർത്ഥന, ദേവീവിലാസത്തെ പുകഴ്ത്തിപ്പാടും കുട്ടിപ്പാട്ടുകാരുടെ ലോകം. വീട്ടിലെത്തുന്നു വൈകി, ഉണ്ണുവാൻ ഉടുക്കുവാൻ ചുറ്റിലും സ്നേഹം നിറച്ചവർക്കെല്ലാം പത്തായ പുത്തരി
പുത്തരിയല്ലോ കാലം. നാളുകൾ കഴിഞ്ഞ് 50 ആണ്ട് അടിവച്ചു. ഓർമ്മപ്പൂവുകൾ മുള്ളാൽ പോറി മൂവാണ്ടൻ മാങ്ങ കുടിച്ചെത്തുന്ന കുഞ്ഞുണ്ണിമാർ വിളിക്കെ തളരാതെ ഓർമ്മ പോയിട്ടും പയ്യെ ചിരിച്ചു തയ്യൽ ടീച്ചർ. ഈ തയ്യൽ ടീച്ചർ എന്ന കവിതയിൽ നമുക്ക് പലർക്കും നമ്മുടെ അമ്മമാരെ കാണാം, പല അമ്മമാരെയും കാണാം. ഈ കവിത ഇതുൾപ്പെടെയുള്ള മനസാക്ഷ എന്ന കവിതാ സമാഹാരം രചിച്ച വിനോദ് വൈശാഖി മാസ്റ്റർക്ക് ഭാവുന്നു. എഴുത്തുകാരൻ വിനോദ് വൈശാഖി. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഡോക്ടർ അനീഷ ജയദേവ് അവതരിപ്പിച്ച തയ്യൽ ടീച്ചർ എൻ്റെ അമ്മയാണ്. കേരളത്തിലെ ഗവൺമെൻറ് തയ്യൽ ടീച്ചറുടെ തസ്തിക അവസാനിപ്പിച്ചപ്പോൾ ഞങ്ങൾ എഴുത്തുകാർ അങ്ങനെയുള്ള അധ്യാപകരെ അടയാളപ്പെടുത്തുകയായിരുന്നു. ഈ വേദിയിൽ ഏറ്റവും പ്രിയപ്പെട്ട ബേബി സഖാവ് എൻ്റെ സാഹിത്യ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വമാണ്. ഒരു പുസ്തകം കൈതമേൽ പച്ച കയ്യിൽ കൊടുത്തപ്പോൾ അദ്ദേഹം ഒന്ന് മറിച്ചു നോക്കി അതിൽ നിന്ന് കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വരി ഞാൻ ഇപ്പോഴും ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയാണ്. അതായത് ഒരു കായലിൽ നിന്നും ഒരു വരാൽ ചൂണ്ടയിട്ടു മനുഷ്യനെ ആഴമെന്തെന്നു കാണിക്കാൻ ഉള്ളിലേക്കു ക്ഷണിക്കുന്നു. അങ്ങനെ മനുഷ്യൻ പല സ്ഥലങ്ങളിലേക്കും ക്ഷണിക്കപ്പെടുകയാണ്. ഭാഷ മരിക്കാതിരിക്കാനും നമ്മുടെ കവിത പുതുകാലഘട്ടത്തെ അഭിസംബോധന ചെയ്യാനും ഇനിയും പുസ്തകങ്ങൾ ധാരാളം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK മധു ഉൾപ്പെടെ വിധു വിൻസെൻ്റ് ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. മനസാക്ഷയുടെ പ്രകാശനത്തിലും മറ്റ് എഴുത്തുകാരുടെ അജയൻ്റെയും അതുപോലെ സലിൻ മാങ്കുഴിയുടെയും പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്ത ഏവർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. KR അജയൻ. സമയം ഒരു പ്രധാന വിഷയമാണ്. കവിയല്ലാത്തതിനാൽ കവിതയെ ചൊല്ലാൻ അറിയില്ല. യാത്രയാണ് ഇത്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഹിമാചൽ പ്രദേശിലെ 2 പ്രധാനപ്പെട്ട താഴ്വരകളാണല്ലോ, ഒന്ന് സ്പിത്തിയും 2 പാർവതിയും. പാർവതി നദി ഒഴുകുന്ന താഴ്വര പാർവതി വാലി, സ്പിത്തി നദി ഒഴുകുന്ന താഴ്വര സ്പിത്തി വാലി. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഈ 2 വാലികളെക്കുറിച്ച് പുസ്തകം എഴുതിയത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു അഭിമാനമുണ്ട്. യാത്രികനും യാത്ര വായനക്കാരനും കൂടിയായ സഖാവ് MA ബേബിയാണ് അത് പ്രകാശനം ചെയ്തത് എന്നുള്ളതിൽ അഭിമാനം. അത് ഏറ്റുവാങ്ങിയത് വായനക്കാരിയും പ്രിയപ്പെട്ട ബിന്ദു ടീച്ചറുമാണ്. ഇതിൽ എനിക്കൊപ്പം യാത്ര ചെയ്ത ശ്രീകണ്ഠൻ ഇവിടെ ഇരിപ്പുണ്ട്. ഒരുപക്ഷെ മരണത്തെ മുന്നിൽ കണ്ട യാത്രയായിരുന്നു പാർവതി വാലിയിലേക്ക്. അത്യഗാധമായ താഴ്വര, തൊട്ടിൽ താഴ്വര എന്നൊക്കെ അറിയപ്പെടുന്ന വളരെ അപകടകരമായ താഴ്വരയിലൂടെ ഈ ഉറഞ്ഞ പാർവതി നദിയിലൂടെ കണ്ണാടി പോലെ തിളങ്ങുന്ന വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മുട്ടിന് മുകൾ വശം വരെ താഴ്ന്നു പോകുന്ന മഞ്ഞിലൂടെ ഒക്കെ നടത്തിയ യാത്രയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ട പുസ്തകമാണ് ചിന്ത പുറത്തിറക്കുന്നത്. ഈ പുസ്തകത്തിനെ വാങ്ങി സഹായിക്കുക, വായിച്ച് സഹായിക്കുക എന്നുള്ളതാണ് ആദ്യം പ്രധാനമായി അഭ്യർത്ഥിക്കാനുള്ളത്. സമയത്തിൻ്റെ ഒരു കുറവ് കൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു, അഭിവാദ്യം ചെയ്യുന്നു. സലിൻ മാങ്കുഴി. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകം ഇവിടെ പ്രകാശിതമായതിലുള്ള പ്രത്യേക സന്തോഷമുണ്ട്. ബേബി സാറ് പ്രകാശിപ്പിച്ചു, ഏറ്റുവാങ്ങിയത് എൻ്റെ സഹപാഠി കൂടിയായ എഴുത്തുകാരിയും സാംസ്കാരിക പ്രവർത്തകയുമായ ശ്രീ VS ബിന്ദുവാണ്. ഒപ്പം തന്നെ വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ ശ്രീ VK മധു, അദ്ദേഹം മധുവണ്ണൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അങ്ങനെ വേദിയിലിരിക്കുന്ന വിനോദ് വൈശാഖിയും വിധു വിൻസെൻ്റ് ഉൾപ്പെടെയുള്ള ശ്രീ KR അജയൻ ഉൾപ്പെടെയുള്ള എല്ലാവരും അടുത്ത് പരിചയവും ബന്ധവും സൗഹൃദവും ഉള്ളവരാണ്. അത്തരമൊരു സൗഹൃദ കൂട്ടായ്മയിൽ ഈ പുസ്തകം ചിന്ത വഴി പുറത്തിറങ്ങുന്നു എന്നുള്ളത് സന്തോഷം. ഇതിലെ കഥകൾ 10 കഥയുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. 2019 ഷാർജയിൽ വെച്ചാണ് ഈ പുസ്തകം ആദ്യം പ്രകാശനം ചെയ്യുന്നത്. ഇപ്പോൾ ചിന്ത വഴി ഇവിടെ വെച്ച് ഇന്ന് പ്രകാശനം നടക്കുകയാണ്. പങ്കെടുത്ത എല്ലാവരോടുമുള്ള സ്നേഹം, നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ പേർക്കും ചിന്ത പബ്ലിഷേഴ്സിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു.